കേരളത്തിൽ പണ്ട് കാലം മുതൽ തന്നെ വളരെ പോപ്പുലർ ആണ് ചിട്ടി. മിക്ക ആൾക്കാർ ചിലപ്പോൾ കുറി എന്നായിരിക്കും പറയുന്നുണ്ടാവുക. ഒരുപാട് ആൾക്കാർ അവരുടെ ഒരു മേജർ സേവിങ്സ് ആയിട്ടായിരിക്കും ഇതിനെ കാണുന്നുണ്ടാവുക. നാട്ടിൽ നോക്കുകയാണെങ്കിൽ മിക്ക ആൾക്കാരും അവരുടെ വരുമാനത്തിന്റെ ചെറിയ ഭാഗങ്ങളും വെച്ചുകൊണ്ട് ചെറിയൊരു കുറിയെങ്കിലും ചേർന്നിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഈ ചിട്ടിക്കും രണ്ടഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട്. ഒരു കൂട്ടം ആളുകൾ ഇത് നല്ലതാണെന്ന് പറയുമ്പോൾ മറ്റൊരു കൂട്ടം ആളുകൾ ഇത് വളരെ റിസ്കി ആണെന്നും പറയുന്നുണ്ടാവും. ഈ പറഞ്ഞ രണ്ടിലും കുറച്ചൊക്കെ ശരിയുണ്ടെന്ന് പറയാം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ശരിക്കും ചിട്ടി എന്താണെന്നും എങ്ങനെയൊക്കെ അതിനെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാമെന്നും വളരെ സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ചിട്ടി എന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ കാണുന്ന ഈ ചിട്ടി 1982 പുറത്തു വന്ന ചിറ്റ് ഫണ്ട്സ് എന്ന് പറയുന്ന ആക്ടിന്റെ അണ്ടറിൽ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ്. ഓരോ ചിട്ടികളും ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനും അതിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകളുടെ പൈസ നഷ്ടം വരാതിരിക്കാനും തട്ടിപ്പുകൾ നടക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. ഇതുപോലെ തന്നെ കേരളത്തിലുള്ള ചിട്ടികളുടെ പ്രവർത്തനം പ്രോപ്പറായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് അഡീഷണലി കേരള ചിട്ടീസ് ആക്ട് എന്ന് പറഞ്ഞ് 2012 മറ്റൊരു ആക്ടും നിലവിൽ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഈ കാണുന്ന ചിട്ടികൾ ലീഗലി വാലിഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണെന്ന് പറയാം. അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എന്താണ് ചിട്ടി എന്ന് നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. ചിട്ടി എന്ന് പറയുന്നത് ഒരു സേവിങ്സ് പ്ലസ് ലോൺ ഫെസിലിറ്റി ആണ്. ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഒരു നിശ്ചിത തുക ഓരോ മാസവും കൂട്ടിച്ചേർത്ത് ഈ പൈസ ഒരാൾക്ക് ലഭിക്കുന്ന ഫെസിലിറ്റിയാണ് ചിട്ടി എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് തരത്തിലുള്ള ആളുകളാണ് ഇതിൽ ഉണ്ടാവുന്നത്. ഒന്നാമത്തേത് ഫോർമാൻ എന്ന് പറയാം, അതായത് ഈ ചിട്ടി നടത്തുന്ന ആളുകളാണ്. ഇങ്ങനെ ചിട്ടി നടത്തുമ്പോൾ ഉണ്ടാവുന്ന കമ്മീഷനാണ് ഇവർക്ക് കിട്ടുന്നത്. രണ്ടാമത്തേത് അതിലെ മെമ്പേഴ്സ് ആണ്. ചിട്ടി ചേരുന്ന ആൾക്കാരെയാണ് ഈ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 1,00,000 രൂപയുടെ കുറി 20 പേര് കൂടി ചേർന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഓരോരുത്തരും 5,000 രൂപ വെച്ചിട്ടായിരിക്കും ഓരോ മാസം നൽകുന്നത്. ഓരോ മാസവും ലേലം നടത്തിയാണ് പൈസ വേണ്ട ആൾക്കാർ ഈ ചിട്ടി വിളിച്ചെടുക്കുന്നത്. ഒരുപാട് പേര് ചിട്ടി വിളിക്കാനുണ്ടാവുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് പറഞ്ഞ ആൾക്കായിരിക്കും ആ ചിട്ടി ആ പ്രാവശ്യം കിട്ടുന്നുണ്ടാവുക. ഇനി ഈ 1,00,000 രൂപയുടെ കുറി 20,000 രൂപ ഡിസ്കൗണ്ടിനാണ് വിളിച്ചെടുത്തെങ്കിൽ ആ വിളിച്ച ആൾക്ക് കിട്ടുന്നുണ്ടാവുക ഏകദേശം 80,000 രൂപയായിരിക്കും. ഇവിടെ ഈ ഡിസ്കൗണ്ട് പോയ 20,000-ൽ ഏകദേശം ഒരു 5,000 രൂപ ആ കുറി നടത്തിയ ആളുടെ കമ്മീഷനായിട്ട് പോകുന്നുണ്ടായിരിക്കും. എന്നാൽ ബാലൻസ് വരുന്ന 15,000 രൂപ കുറി വിളിക്കാത്ത മറ്റാളുകൾക്ക് കിട്ടാണ് ഉണ്ടാവുക. അതായത് നിങ്ങൾ കുറി ചേർന്നിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, പലപ്പോഴും എത്ര രൂപയുടെ കുറിയാണോ നിങ്ങൾ ചേർന്നത് അതിനേക്കാൾ കുറഞ്ഞ എമൗണ്ട് ആയിരിക്കും സെക്കൻഡ് മന്ത് ഓൺവേർഡ്സ് ചിലപ്പോൾ നിങ്ങൾ പേ ചെയ്യുന്നുണ്ടാവുക. അതിന്റെ കാരണം ഇങ്ങനെ ഡിസ്കൗണ്ട് ആയിട്ട് പൈസ പോകുന്നതുകൊണ്ടാണ്. ഇവിടെ ബാലൻസ് വരുന്ന ഈ 15,000 രൂപേനെ ഈ 20 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഏകദേശം 750 രൂപ അവർക്ക് ബെനഫിറ്റ് ആയിട്ട് കിട്ടും. ഇത് അവരുടെ കയ്യിൽ കൊടുക്കുന്നുണ്ടാവില്ല, പകരം ഇവരടയ്ക്കേണ്ട 5,000-ൽ നിന്ന് ഈ 750 രൂപ കുറച്ചിട്ടായിരിക്കും നെക്സ്റ്റ് മന്ത് അവർ അടയ്ക്കേണ്ടി വരിക. ഇതിങ്ങനെ ഓരോ മാസവും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരിക്കൽ കുറി വിളിച്ചെടുത്ത ആൾക്ക് രണ്ടാമത് ആ കുറി വിളിക്കാനായിട്ട് കഴിയില്ല. ഓരോ മാസവും ഇങ്ങനെ കുറി നടക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ആളുകളുടെ ഡിമാൻഡിനനുസരിച്ച് കിട്ടുന്ന ഡിസ്കൗണ്ട് എമൗണ്ട് മാറിക്കൊണ്ടേയിരിക്കും. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ചിട്ടിയുടെ അവസാന പീരീഡ് വരെ ആവുന്നു. ലാസ്റ്റ് നിൽക്കുന്ന മെമ്പറിന്റെ ഇൻട്രസ്റ്റിംഗ് കേസാണ്. 20ാമത്തെ മാസം നടത്തുന്ന ലേലത്തിൽ കോമ്പീറ്റ് ചെയ്യാനായിട്ട് വേറെ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ ലാസ്റ്റ് വ്യക്തിക്ക് ആ കുറിയുടെ ഫുൾ എമൗണ്ട് അവിടെ കിട്ടുന്നുണ്ടായിരിക്കും. ഇവിടെ ചേർന്നിട്ടുള്ള ഈ 1,00,000 രൂപയുടെ കുറി ലാസ്റ്റ് കിട്ടുന്ന ആൾക്ക് ആ 1,00,000 രൂപ അങ്ങനെ തന്നെ അവിടെ കിട്ടും. അതുമാത്രമല്ല മുൻപത്തെ മാസത്തിൽ കിട്ടിയിട്ടുള്ള ഡിസ്കൗണ്ടും അയാൾക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതായത് ഒരുപക്ഷെ 90,000 രൂപ മാത്രം അടച്ചുകൊണ്ടായിരിക്കും അവസാന മാസം കുറി എടുക്കുന്ന ആൾക്ക് 1,00,000 രൂപ കിട്ടുന്നത്. ഞാനിവിടെ പറഞ്ഞത് 5,000 രൂപ വെച്ച് 1,00,000 രൂപയുടെ കുറിയാണെങ്കിൽ ഇതിനേക്കാൾ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കുറികൾ ഇതേ പ്രോസസ്സിൽ അവിടെ റൺ ചെയ്യുന്നുണ്ടാവും. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഒരു കുറി നടക്കുന്നുണ്ടാവുക. ഞാനിവിടെ പറഞ്ഞിടത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള ഈ ചിട്ടി മിക്കപ്പോഴും രണ്ട് രീതിയിലാണ് ആളുകൾ ഉപയോഗിക്കുന്നുണ്ടാവുക. ചിട്ടി ആദ്യം തന്നെ ലേലത്തിൽ വിളിച്ചെടുക്കുന്നവർ അതിനൊരു ലോൺ എന്ന രീതിയിലായിരിക്കും കാണുന്നുണ്ടാവുക. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ചിട്ടി ആദ്യം തന്നെ വിളിച്ചെടുക്കുന്നത് ഒരു ലോൺ എടുക്കുന്നതിന് സിമിലർ ആണ്. ലോൺ എടുക്കുന്നത് ബാങ്കിൽ നിന്നാണെങ്കിൽ ലോൺ എടുത്തതിന് ശേഷം അതിന്റെ ഇൻട്രസ്റ്റ് എമൗണ്ട് നമ്മൾ പേ ചെയ്യുന്നുണ്ടാവും. ഇനി ചിട്ടി ആദ്യം തന്നെ വിളിച്ചെടുക്കുന്ന വ്യക്തി ഇതേ ഇൻട്രസ്റ്റിനെ അവിടെ ഡിസ്കൗണ്ട് എമൗണ്ട് ആയിട്ട് പേ ചെയ്യാണ്. 1,00,000 രൂപയുടെ ചിട്ടി 80,000 രൂപയ്ക്ക് വിളിച്ചെടുക്കുന്ന വ്യക്തി ഡിസ്കൗണ്ട് പോയ 20,000 അവിടെ ഇൻട്രസ്റ്റ് ആയിട്ട് മുൻകൂട്ടി തന്നെ പേ ചെയ്യാണ്. ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും ചിട്ടി ജോയിൻ ചെയ്യുന്നത് മുൻകൂട്ടി തന്നെ ഇങ്ങനെ വിളിച്ചെടുക്കാനായിരിക്കും.
പക്ഷേ ഡിസ്കൗണ്ട് പോകുന്ന എമൗണ്ട് ശരിക്കും ആക്ച്വലി അവരെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് പലരും ചിന്തിച്ച് നോക്കുന്നുണ്ടാവില്ല. ചിട്ടി വിളിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വലിയ ഡിസ്കൗണ്ടിന് നമ്മൾ ആ ചിട്ടി വിളിക്കേണ്ടി വരും. ഈ ഡിസ്കൗണ്ട് എമൗണ്ട് കൂടുതലാകുമ്പോൾ ലോൺ കോസ്റ്റും അവിടെ കൂടി വരും. ഇനി ഇതേ ചിട്ടി വിളിച്ചെടുക്കാതെ അവസാനം വരെ കാത്തിരുന്ന് അതിനൊരു സേവിങ്സ് ആയിട്ട് കാണുന്നവരും ഉണ്ടാവും. ചിട്ടി ഒരു ലോൺ ഫെസിലിറ്റി മാത്രമല്ല, പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ അതിനൊരു സേവിങ്സ് ടൂൾ ആയിട്ട് നമുക്ക് കാണാം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചിട്ടിയിൽ ജോയിൻ ചെയ്യുന്നു, മുൻകൂട്ടി തന്നെ അത് വിളിച്ചെടുക്കാതെ അവസാനം വരെ ഓരോ മാസവും എമൗണ്ട് പേ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദ്യം ചിട്ടി ഡിസ്കൗണ്ടിന് വിളിച്ചെടുത്തവരെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അടയ്ക്കുന്ന എമൗണ്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കും. 1,00,000 രൂപയുടെ ചിട്ടി 5,000 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. സെക്കൻഡ് മന്ത് ചിലപ്പോൾ നിങ്ങൾ അടയ്ക്കുന്നുണ്ടാവുക 4,200 ആയിരിക്കാം. തേർഡ് മന്ത് മേ ബി 4,300 ആയിരിക്കാം. ഇങ്ങനെ അവസാനമാവുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അടച്ച എമൗണ്ട് 90,000 രൂപയായിരിക്കും. നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പോകുന്നത് 1,00,000 രൂപയായിരിക്കാം. അതായത് ഏകദേശം 10,000 രൂപയോളം നിങ്ങൾക്ക് അവിടെ നേടാനായിട്ട് കഴിയുന്നുണ്ടാവും. പക്ഷെ എല്ലായ്പ്പോഴും ഇത്ര വലിയൊരു എമൗണ്ട് നേടാൻ കഴിയണമെന്നില്ല. അവിടെ പോകുന്ന ഡിസ്കൗണ്ടിനനുസരിച്ചായിരിക്കും ഈ നേട്ടം നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഓപ്ഷൻ നടത്തുന്നതിന് ഡിമാൻഡ് കൂടുതലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വലിയ ഡിസ്കൗണ്ടുകൾ പോയേക്കാം. ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ചെറിയ എമൗണ്ട് ആയിരിക്കും ബെനിഫിറ്റ് ആയിട്ട് അവസാനം വരെ ഹോൾഡ് ചെയ്യുന്ന വ്യക്തിക്ക് കിട്ടുന്നുണ്ടാവുക. ചില ആൾക്കാർ ചിട്ടി ചേർന്ന് ആദ്യം തന്നെ അത് വിളിച്ചെടുത്ത് പ്രത്യേകിച്ച് യാതൊരു ഉപകാരവും ഇല്ലാതെ ഉപയോഗിച്ച് കളയുന്നവരുണ്ടായിരിക്കാം. മറ്റു ചില ആൾക്കാർ അവസാനം വരെ കാത്തിരുന്ന് ആ ചിട്ടിയുടെ എമൗണ്ട് കിട്ടി അത് ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. ആർക്ക് ഏത് സ്യൂട്ടബിൾ ആകും എന്നുള്ളത് അവരവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ചാണ് തീരുമാനമെടുക്കേണ്ടത്. ആക്ച്വലി ഈ ചിട്ടിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ, ഇതൊരു ഫോഴ്സ്ഡ് സേവിങ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് പല ആൾക്കാർക്കും സേവ് ചെയ്യാന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇവൻ തോ ഒരു സേവ് ചെയ്താലും ആ പൈസ എടുത്ത് ചെലവാക്കാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. എന്നാൽ ഇതേ എമൗണ്ട് എടുത്ത് ചിട്ടി ചേർന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ എമൗണ്ട് അതിനു വേണ്ടി മാറ്റി വെക്കാൻ ആ ഒരു ഫോഴ്സ്ഫുൾ ആവും. സെക്കൻഡ് തിങ്, ബാങ്ക് ആക്സസ് ഇല്ലാത്തവർക്ക് വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഇന്ത്യയിൽ നല്ലൊരു ശതമാനം ആൾക്കാരും ബാങ്ക് ലോൺ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനുള്ള ആൾക്കാരാണ്. അങ്ങനെ നോക്കുമ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും ചിറ്റ് ഫണ്ടുകൾ ഓരോന്നും. ബെനിഫിറ്റ്സിനെ പറ്റി പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ പറയേണ്ട മറ്റൊരു കാര്യമാണ് അതിന്റെ റിസ്ക് സൈഡും. ഏറ്റവും വലിയ റിസ്ക് ആണ് അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ചിറ്റ് ഫണ്ടുകൾ. ഞാൻ നേരത്തെ പറഞ്ഞ ചിറ്റ് ഫണ്ട് ആക്ടിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യാത്ത ഒരുപാട് ചിട്ടികൾ നമുക്ക് ചുറ്റിലും ഇന്നും ഉണ്ട്. നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയി പറയുന്ന ഒരു വാക്കായിരിക്കും ബ്ലേഡ് കമ്പനി എന്നുള്ളത്. പല ചിട്ടികൾ പൊളിഞ്ഞതും പല ആൾക്കാരുടെ പൈസ നഷ്ടപ്പെട്ടതും ഒട്ടനവധി തവണ നമ്മൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും. പരിചയത്തിന്റെ പുറത്ത് ചിട്ടി ചേരുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യം അന്വേഷിക്കേണ്ടത് അതൊരു രജിസ്റ്റേർഡ് ചിറ്റ് കമ്പനി ആണോ എന്നുള്ളതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഓൺലൈനിൽ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. മറ്റൊരു റിസ്ക് ആണ് വലിയ ഡിസ്കൗണ്ട് എമൗണ്ടിന് ആദ്യം തന്നെ നിങ്ങൾ ചിട്ടി വിളിച്ചെടുക്കുന്നത്. പലരും അപ്പോഴത്തെ ആവശ്യം നടക്കാനായിട്ട് വലിയ ഡിസ്കൗണ്ടിനായിരിക്കും ചിട്ടികൾ വിളിക്കുന്നുണ്ടാവുക. നിങ്ങൾ ചിട്ടി മുൻകൂട്ടി വിളിച്ചെടുക്കുമ്പോൾ അവിടെ പോകുന്ന ഡിസ്കൗണ്ട് എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റ് തന്നെയാണ്. ബാക്കി ലോണിന്റെ ഓപ്ഷനുമായി കമ്പയർ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ അവിടെ ഒരു തീരുമാനം എടുക്കുക. ഇനിയിപ്പോൾ നേരെ മറിച്ച് വലിയ എമൗണ്ട് ഡിസ്കൗണ്ട് പറഞ്ഞ് നിങ്ങൾ അത് വിളിച്ചെടുത്താൽ അതിനു വേണ്ടി നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം അത് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ്. പിന്നെ ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചിട്ടി ഒരിക്കലും ഒരു വെൽത്ത് ബിൽഡ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ടാവില്ല. അതിനെ നിങ്ങളൊരു ലോൺ ഫെസിലിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഒരു സേവിങ്സ് ഫെസിലിറ്റി ആയിട്ടോ മാത്രം കണ്ടാൽ മതി. ചിട്ടികൾ ആക്ച്വലി നമുക്ക് എങ്ങനെയാണ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുക? ചിട്ടി പ്രോപ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫിനാൻഷ്യൽ ടൂളാണ്. മോശമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ചേരുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ചിട്ടി ചേരുന്നതിന് മുൻപ് ആ ചേരാൻ പോകുന്ന ചിട്ടീനെ നിങ്ങളൊരു സേവിങ്സ് ആയിട്ടാണോ ഒരു ലോൺ ആയിട്ടാണോ കാണുന്നതെന്ന് ആദ്യം തന്നെ തീരുമാനിക്കണം. മുൻകൂട്ടി നിങ്ങളത് വിളിച്ചെടുത്താൽ അതൊരു ലോൺ എന്ന രീതിയിലായിരിക്കും. അവസാനം വരെ കാത്തിരിക്കുകയാണെങ്കിൽ അതിനൊരു സേവിങ്സ് എന്ന രീതിയിൽ കാണാനും പറ്റും. രണ്ടാമത്തെ കാര്യം, ഒരു ക്ലിയർ പർപ്പസ് ഇല്ലാതെ നിങ്ങൾ ചിട്ടി ജോയിൻ ചെയ്യരുത്. എല്ലാവരും ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം നിങ്ങൾ ചെയ്യണ്ട. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ അതൊരു അനാവശ്യ ബേർഡൻ ആയിട്ട് നിങ്ങൾക്ക് മാറും. മൂന്നാമത്തെ കാര്യം, രജിസ്റ്റേർഡ് ആയിട്ടുള്ള ചിട്ടികൾ മാത്രമേ തിരഞ്ഞെടുക്കാവൂ. അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ചിറ്റ് ഫണ്ടുകളിൽ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ സേവിങ്സ് അങ്ങനെ തന്നെ ഇല്ലാതാക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമായിരിക്കും. നാലാമത്തെ കാര്യം, എഫോർഡ് ചെയ്യാൻ കഴിയുന്ന എമൗണ്ട് മാത്രം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ഇൻകം നോക്കാതെ വലിയ എമൗണ്ടിന്റെ ചിട്ടികൾ ചേരുകയും അത് പ്രോപ്പറായിട്ട് അടയ്ക്കാൻ കഴിയാതെ വന്നാൽ വലിയ പെനാൽറ്റി നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. അഞ്ചാമത്തെ കാര്യം, ചിട്ടിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ബാക്കി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്ത് നോക്കേണ്ടത് അനിവാര്യമാണ്. അതിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണോ അതായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. എല്ലാവർക്കും എല്ലാ സമയത്തും ചിട്ടി എന്ന് പറയുന്നത് ഒരു റൈറ്റ് ഓപ്ഷൻ ആയിരിക്കില്ല. ചിട്ടി വളരെ നല്ലൊരു കാര്യമാണ്, പക്ഷെ നിങ്ങളത് തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾസുമായിട്ട് അലൈൻ ചെയ്യുമ്പോൾ മാത്രമാണ്.
ചിട്ടി ആയാലും മ്യൂച്വൽ ഫണ്ട്സ് ആയാലും പ്രോപ്പർ ക്ലാരിറ്റി ഇല്ലാതെയാണ് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഏതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപും ഇത് എനിക്ക് വേണ്ടതാണോ എന്ന ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടതാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.